ഇവർ വഴി അടച്ചു വെച്ചുകൊണ്ടിരുന്നാണ് പാക്ക് ചെയ്യാൻ. മനുഷ്യനെങ്ങനെ വഴി അടക്കമെന്ന് അറിയാൻ പാടില്ല. ആവട്ടെ. ബിസിനസ്സൊക്കെ എല്ലായിടത്തും ഡള്ളായിക്കൊണ്ടിരിക്കണമെന്ന് തോന്നല്ലേ. ഓരോ ഷോപ്പുകളും അടച്ചു പൂട്ടി, പിന്നെ വേറെ ഇത് തുടങ്ങി. എന്ത് ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടും? കാരണം എല്ലാ ബിസിനസ്സും ഞാൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ വേറെ ബിസിനസ് അറിയില്ല. എക്കണോമിക്കലി വളരെ മോശം. ഞാനിപ്പോഴേ നമ്മുടെ വിളക്കിൽ കത്തിക്കാൻ എണ്ണ തീർന്നു. അപ്പോൾ എണ്ണ വാങ്ങിക്കാൻ വേണ്ടി പോവാം. എണ്ണ വാങ്ങിക്കണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്ത് വിശേഷങ്ങളൊന്നുമില്ല പറയാം. നമുക്ക് ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കാം. വിശേഷങ്ങളൊന്നും പറയാനില്ല. ഓക്കെ. ആ ഇത് കേട്ട കിളികളുടെ ഒച്ച. ഒന്നുമേ ഇല്ല വിശേഷങ്ങൾ. നമുക്ക് വഴികൾ കാണാം. രാത്രിയിലെ എന്താ പറയണത്? രാത്രിയിലെ എന്തോ പറയും. രാത്രിയുടെ യാമങ്ങളില്ല, അങ്ങനെ എന്തോ അല്ലേ. കണ്ടാ? എന്തൊരൊച്ചയാണ് ഇത്. കണ്ട ഭയങ്കര ഒച്ച. എൻ്റെ ചെവിയൊക്കെ ശരിക്കും അടിച്ചു കഴിഞ്ഞു. എന്താണെന്നറിയാമോ? അയ്യോ ചെവി അടിഞ്ഞു. വീട്ടിലൊരു പൂച്ചയുണ്ട്. അയ്യോ അതിൻ്റെ ഒച്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലില്ലേ, ആരോ പിടിച്ച് തല്ലണ പോലത്തെ ഒച്ചയാണ് അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഒരു കാക്കയുണ്ട്. അതാണെങ്കിലും ഭയങ്കര ഒച്ച. അപ്പോൾ ആ പൂച്ചിരിക്കുന്ന സ്ഥലത്തുനിന്നോട് ഇപ്പുറത്ത് വരുമ്പോൾ കാക്ക ഇരുന്ന് ഭയങ്കര ഒച്ച. കാക്ക എന്തിനാ? ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും വന്നിരിക്കണത്. എന്നാലും കിടന്ന് ഒച്ച ഉണ്ടാക്കും. അപ്പം ഞാൻ ചില സമയത്തൊക്കെ ഈ കാക്കറ ഉണ്ടാക്കി പഴം പിടിക്കുന്ന ഇതാരാണ്? ബ്യൂട്ടിയാണല്ലോ. ഹായ്. ഇത് മറ്റേയാളാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇത് ഇയാളല്ല, ഇത് വേറെ ആളാണ്. ഗർഭിണിയാണല്ലോ. ഇതന്ന് കണ്ട പൂച്ചല്ലേ, ഇത് വേറെ പൂച്ച. വൈ എൻ്റെ വീഡിയോ എടുക്കാറില്ല. പൂച്ചകൾ വീട്ടിലില്ലാത്ത പോലെ വഴി കാണുന്ന പൂച്ചകളുടെ ഫോട്ടോ ആയിക്കിടുന്ന വേറെ പാടില്ല അല്ലേ? ഇതാണ് മലേഷ്യ ബെൻസാർ. ആൻറ്റിക്ക് ചുമ, അപ്പോൾ ഹാൾസ് മേടിക്കണം. പിന്നെന്താ, എണ്ണ വാങ്ങിക്കണം. ആദ്യം ഹാൾസ് മേടിക്കണം, എണ്ണ വാങ്ങിക്കണം. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമല്ലേ. എന്താ ആദ്യം എണ്ണ വാങ്ങിക്കാം. വഴിയും അങ്ങേര് വണ്ടി നിർത്തി തന്നട്ടോ. ഇരുട്ടാട്ടോ. ചിമ്മിപ്പുളി പറിക്കണമെന്ന് വെച്ചിട്ട് ചിമ്മിപ്പുളി പറിച്ചില്ല. ചിമ്മിപ്പുളി പറിച്ച് നമുക്ക് പുളി ഇഞ്ചിക്ക് ഇടാൻ. കണ്ട നടക്കണണ്ട ഇവരെയൊക്കെ
പ്രസവിച്ച് ഇങ്ങനെ മരപ്പട്ടിയും പിടിച്ചിങ്ങനെ നടക്കുക. അതാണ് ഞങ്ങളുടെ ആൻറ്റി പിടിച്ച് പൂട്ടിയിടുന്നത്. സന്തോഷം ക്രോസ് ചെയ്താലോ? അവിടെ പോയിക്കാം. ഓക്കെ, സൂക്ഷിച്ച് ക്രോസ് ചെയ്യാം. അപ്പോൾ വിളക്കിലിടുന്ന എണ്ണ വാങ്ങിക്കണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാത്രം വീഡിയോയിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ റോഡും വഴിയൊക്കെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, എന്താ പറയണ, സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഉപകാരം ഇരിക്കുന്നു. അങ്ങനെയല്ലേ പറയാൻ പറ്റിയത്. കടയിൽ കയറിയിട്ടാ നമ്മളെന്താ വാങ്ങിക്കാൻ വേണ്ടിയെന്ന്? എണ്ണയല്ലേ വാങ്ങിക്കാൻ വേണ്ടിയെന്ന്? അതെ, ഓക്കെ. ചൈന ഗ്ലാസ് എടുത്തിട്ട് പുഡിങ് ഉണ്ടാക്കാറുണ്ട്. ചാളയുണ്ട്, സാൽമൺ ഫിഷ് ഉണ്ട്. അത് വറുക്കാനിടുമ്പോൾ എന്നാ മണോ പറയാമോ. ചൈന ഗ്ലാസ് ഉണ്ട്. രണ്ട് ആൻറ്റിനോട് ചോദിച്ചിട്ട് വാങ്ങിക്കാം. നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. എന്താ വാങ്ങിക്കാൻ വേണ്ടിയാന്ന്? എണ്ണ. ഓ, ഭയങ്കര മറിയാന്നേ. ഷൂ എണ്ണ ഇവിടെ. എണ്ണ ഓക്കെ. 17. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ 8 റിങ്കറ്റുള്ളെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ ഇപ്പോൾ വില കൂടിയ പിന്നെ അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് ഓടിക്കും. ഈശ്വര, അയ്യോ അയ്യോ, ഞാൻ 8 രൂപയുള്ളെന്നും പറഞ്ഞുകൊണ്ടാട്ടോ ഞാനിവിടെ വന്നു. 17 രൂപ. ഡെയ്സി അല്ലേ ഇത്?
എന്താ ചെയ്യണേ? ബ്രാൻഡ് ഇല്ലെന്ന് പറയാല്ലേ. ടു മച്ച് പ്രൈസ്. അയ്യോ, വെറുതെ വന്നല്ലോ. നോക്കട്ടെ എന്തായിരിക്കും അറിയില്ല, നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. വില നോക്കട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.